പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് ക്ലാസിന്റെ ക്രമീകരണത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ദൈവം കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് വെള്ളിയാഴ്ച എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രസംഗശാസ്ത്രം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ജോയിൻ ചെയ്ത എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ക്ലാസ്സിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ പഠിപ്പിക്കാനായി കർത്താവെ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്റെ കർത്താവെ നാവോട് കൂടെ ഇരിക്കുമാറാകണം. യേശുപ്പച്ച ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പഠിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷ ബുദ്ധിയാൽ വിശേഷ ജ്ഞാനത്താൽ കർത്താവെ, അത് കർത്താവെ ഹല്ലേലൂയ ഗ്രഹിപ്പാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് നൽകി തരണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ, അത് ഞങ്ങൾ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ അവിടെ നിന്ന് കർത്താവെ ഇടയാക്കി തീർക്കുമാറാകണം. ഈശോപ്പച്ച ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവെ ലാലുപാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിപാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപയാൽ ഏറിയ അനുഗ്രഹങ്ങളാൽ കർത്താവെ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണം. ഈശോപ്പച്ച ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രാർത്ഥിക്കുവാൻ കർത്താവെ പഠിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണം. ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവസ്വവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ മായ. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന് നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ, അതോട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ശുശ്രൂഷയിൽ വെച്ച് ചില ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. പലരും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടടിച്ച് നിൽക്കുക, ആരാണ് എന്താണെന്നുള്ളത്. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി ഞങ്ങൾക്കൊന്ന് കാണത്തക്ക നിലയിൽ, നിങ്ങളുടെ മുഖമൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയമാകത്തക്ക നിലയിൽ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി നിങ്ങളൊന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇതൊന്ന് ഓണാക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സാഹചര്യമുള്ള ആളുകൾ ഏതായാലും കുറെ ആളുകളെ അന്ന് കാണാനും പരിചയപ്പെടാനും ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കാനും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നമുക്ക് അഗപ്പെ കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേക നന്ദി. നിങ്ങൾക്ക് വന്ന് അതിൽ സഹകരിച്ചതിൽ പ്രത്യേക നന്ദി പറയുന്നു. നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹവും കൂട്ടായ്മയും വളരെ വിദൂരയിൽ നിന്നുമൊക്കെ ആളുകൾ, വളരെ തെക്കും വടക്കുമുള്ള ആളുകൾ, ഇത് മധ്യകേരളത്തിലാണല്ലോ ഈ വിവാഹ ശുശ്രൂഷ നടന്നത്, കോട്ടയം മധ്യകേരളമാണ്. അപ്പം വടക്കിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഷൊർണൂർ മുതൽ പാലക്കാട് മുതൽ ഇങ്ങോട്ട്, ട്രിവാൻഡ്രം മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ എല്ലാവരും വന്ന് ഇതിൽ പങ്കെടുത്തതിൽ പ്രത്യേക സന്തോഷം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വന്ന് പരിചയപ്പെട്ട എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരാണ് എന്താണ് നമുക്ക് പേരുകൊണ്ട് എല്ലാവരും അറിയാം. അപ്പൊ അങ്ങനെ നിങ്ങളോട് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം നമ്മുടെ കുഴപ്പമല്ല. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇത് ഓണാക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് സംബന്ധിക്കുന്ന ഏകദേശം 45 പേരുണ്ട്. കഴിവുള്ള ആളുകളൊക്കെ ഒന്ന് ഓണാക്കിയാൽ, നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ നിങ്ങളെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഹോമിലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രത്തിന്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ നോട്ട് ഇന്ന് കൃത്യമായി ഞാൻ ലാലിച്ചാൻ നേരത്തെ ഇട്ട് കൊടുത്തിരുന്നു. എന്നാൽ വീണ്ടും ഞാനത് ഒന്നുകൂടി ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ. അതിന്റെ PDF ഉൾപ്പെടെ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കുന്ന ആളുകൾക്ക് എടുക്കാം. അതിന്റെ ഇംഗ്ലീഷ് നോട്ട് തരുന്നതായിരിക്കും. അതിന്റെ ഒന്ന് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് വൈകിട്ട് അത് ലാലിച്ചാൻ അത് ക്രമീകരിച്ചിടുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്
ഈ പ്രസംഗശാസ്ത്രത്തിന്റെ ആമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആമുഖം നമ്മൾ 2 ആഴ്ച കൊണ്ട് പഠിച്ചു. അതിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. 3 കടമ്പകൾ പ്രസംഗത്തിന് ഒരാൾ ഒരുങ്ങുമ്പോൾ ഒരു പ്രഭാഷകൻ അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട കടമ്പകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് അവൻ നേരിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ ഒന്നാമത് സഭാകമ്പമാണ്. രണ്ടാമത് അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. രണ്ടാമത്തെ കാര്യം ആശയ സമ്പന്നത കൈവരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. ആശയ സമ്പന്നത കൈവരിക്കാൻ കഴിയാതിരിക്കുക. ഞാൻ ഇതിന് നോട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഫുട് നോട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. ബാക്കി കൃത്യമായി നോട്ട് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്കറിയാം, തെളിഞ്ഞ ആശയങ്ങളാണ് ഒരു പ്രസംഗത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. ആശയങ്ങളില്ലാത്ത പ്രഭാഷണങ്ങൾ നമുക്ക് ചുറ്റും മുഴങ്ങാറുണ്ട്. നമ്മുടെ കർണപുടങ്ങൾക്ക് ശ്രവ്യകരമായ നിലയിൽ നമ്മൾ ദൈനംദിനം കേട്ടുപോകുന്ന ഒരുപാട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു പ്രഭാഷണം കഴിയുമ്പോൾ, ഒരു പ്രസംഗം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ട് കഴിയുമ്പോൾ, ഒരു സന്ദേശം കേട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒന്നെങ്കിൽ ഒരു നിഷേധം ഉണ്ടാകും. എന്തിനേയും നിഷേധിക്കാം. കേട്ട കാര്യത്തെ നിഷേധിക്കാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നിയാൽ അതിന് നിഷേധിക്കാം. ഒപ്പം തന്നെ നമ്മളിൽ പ്രായേണ രൂപമെടുത്തിട്ടുള്ള, നമ്മൾ വെച്ചു പുലർത്തുന്ന ചില ആശയങ്ങളാകാം, ചില ചിന്തകളാകാം, ചില സ്വഭാവങ്ങളാകാം, ചില വിശ്വാസ പ്രമാണങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ അതിനെതിരെ ശക്തമായി അതിനെ നിഷേധിക്കാം. ഇനി ഒപ്പം തന്നെ നിഷേധിക്കുക എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളെ അല്ല. നമ്മൾ പലപ്പോഴും പ്രസംഗത്തിന് മാർക്കിടുന്നതും പ്രഭാഷകനെ നിയന്ത്രിക്കുന്നതും, അല്ലെങ്കിൽ പ്രഭാഷണത്തിന് പലപ്പോഴും നമ്മൾ വിലയിടുന്നത് ആര് പ്രസംഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനത്തിൽ പ്രഭാഷകന് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിൽ നമ്മളൊരു ഇന്നയാളുടെ പ്രസംഗം കൊള്ളാം, അങ്ങോട്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും 3 മണിക്കൂർ പ്രസംഗിച്ചാലും അതിനകത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ വൈകാരികമായ ചില ഉണർത്തലുകൾ മാത്രം മതി നമ്മൾ 100% മാർക്ക് എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷേ എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന്, പ്രഭാഷണങ്ങളിൽ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് പ്രായേണ രൂപപ്പെടുന്ന ഒരു കാര്യം നിഷേധമായിരിക്കണം. എങ്ങനെ? വ്യക്തിയെ നിഷേധിക്കുകയല്ല, ഞാൻ പറഞ്ഞ പോലെ ആശയങ്ങൾ പരമായി, ചിന്താപരമായി, സ്വഭാവപരമായി നിഷേധം നമുക്കുണ്ടാകും. രണ്ടാമത് സ്വീകരണമാണ്. എങ്ങനെ? വ്യക്തിയെ സ്വീകരിക്കലല്ല, വ്യക്തി പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദങ്ങളിലൂടെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന, നമ്മളിലേക്ക് വന്നു പതിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് തട്ടുന്ന, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന വളരെ ചിന്തകളും ആശയങ്ങളും സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുക. അതാണ് വാസ്തവത്തിൽ ഈ പ്രഭാഷണം കൊണ്ടുണ്ടാകേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ നിഷേധിക്കപ്പെട്ടത്, നമ്മൾ വേണ്ട എന്ന് വെച്ചതിന് ഒപ്പം തന്നെ വേണം എന്നുള്ള ഒരു ശാഠ്യം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം ഓരോ പ്രഭാഷണത്തിനും. ഞാൻ പറയുന്ന പദങ്ങളും വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ വീണ്ടും പറയാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയുന്നു. നിഷേധങ്ങൾ ഒരു പ്രഭാഷണത്തിന്റെ, ഒരു വാക്കിന്റെ, അല്ലെങ്കിൽ ഒരു സന്ദേശത്തിന്റെ ഒരു ഔട്ട്കമാണ്, അതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. രണ്ടാമത് സ്വീകരണമാണ്. സ്വീകരണം എന്ന് പറയുന്നത് വ്യക്തികളെയല്ല, വ്യക്തികൾ തെളിവുകളുടെയും മറ്റതിന്റെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന പല കാര്യങ്ങളും ശരിയെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കാൻ ഉള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും, ഒരു കേൾവിക്കാരിൽ ഉണ്ടാകും. അത് വായനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ആശയത്തെ സ്വീകരിക്കാം, ചിന്തകളെ സ്വീകരിക്കാം, ഒപ്പം തന്നെ വിശ്വാസത്തെ സ്വീകരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് സംവേദനക്ഷമമാകുന്ന, നമ്മളുമായിട്ട് വളരെ റിലേറ്റഡ് ആകുന്നു, നമുക്കുമായിട്ട് വളരെ ഇഴുകിച്ചേരുന്നു, നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധം, ഒരു ശാഠ്യം ഒരു കേൾവിക്കാരനെ സൃഷ്ടിക്കണം ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിലൂടെ. എന്ന് പറഞ്ഞാൽ എനിക്കിത് സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക്, അല്ലെങ്കിൽ സ്വീകരിച്ചേ മതിയാകൂ എന്ന ഒരു നിർബന്ധത്തിലേക്ക് എന്ത് ചെയ്യണം?
ഈ ഈ കേൾവിക്കാരൻ എത്തിച്ചേരണം. അതാണ് പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒന്നെങ്കിൽ ഇത് എന്നെ കൊണ്ട് ഞാൻ നിഷേധിച്ചേ മതിയാകൂ എന്നൊരു നിർബന്ധം ഉണ്ടാകുക, ഞാൻ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ളൊരു ശാഠ്യം ഉണ്ടാകുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രഭാഷണത്തിൽ. ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിലൂടെ സംഭവിക്കേണ്ട കാര്യമാണ്. ഇനി ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ആശയങ്ങൾ നന്നായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഒരു പ്രഭാഷകൻ ഉണ്ടാകണം. അതെങ്ങനെയാ ഉണ്ടാകുക? നല്ല ആശയങ്ങളും ചിന്തകളും ഉണ്ടാകുക. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ഒരു ചിന്തയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ അടുത്ത് വീണ്ടും പറയുന്നില്ല. ഒരു ആശയം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ദൈവപദം പറഞ്ഞ് നമ്മളെന്ത് ചുമ്മാ അങ്ങ് പറഞ്ഞേക്ക്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ദൈവം തന്നെ വിടുവിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഉദാഹരണം, ഞങ്ങളുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മള് 3-ാം നമ്പർ മുറിയിലാണ് മെഡിസിന്റെ ഡോക്ടർ ഇരിക്കുന്നത്. നമ്മൾ വാതിക്കൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതി, പുള്ളി എന്ത് ചെയ്യും? പാരസെറ്റമോളും അതുപോലെ എന്ത് ചെയ്യും, പിന്നെ അവലും എന്ന് വേണ്ട സകല ഒരു അസുഖം പോകാനുള്ള സകല മരുന്നും പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടെ ഒന്നും നേരെ എന്ത് ചെയ്യും? കമ്പൗണ്ടറായി കൊടുത്തു വിടും, അവിടെ മരുന്ന് മാറ്റണം പറയും. പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു പരിശോധനയ്ക്ക് പോലും വിധേയമാകാതെ മരുന്ന് കുറിക്കുന്ന ഒരു കുറിക്കലല്ല വാസ്തവത്തിൽ ഈ ഈ ഈ ആശയങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു കേൾവിക്കാരന്റെ മനസ്സിൽ ശരിയായിരിക്കുന്ന ഒരു തീരുമാനവും നിഷേധവും സ്വീകരണവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ചാട്ടുളി പോലെ, ഒന്നുകൂടി ഞാൻ പറയാ വാക്ക്, ചാട്ടുളി പോലെ അവന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാൻ കെൽപ്പുള്ള, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വാക്ക്, കെൽപ്പുള്ള ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? പ്രഭാഷകനുണ്ടാകണം. ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമുണ്ട്, ഒരു പ്രസംഗം കേട്ടിട്ട്, ഇന്നൊരു നടത്തിപ്പില്ല, ഇന്നൊരു കൃപയില്ല, ഒരു നടത്തിപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് നമുക്ക് ആത്മാവിലാകാൻ പറ്റിയില്ല എന്നുള്ളതാണ് ശരി, അല്ലേ? കണങ്ങിയോ നിങ്ങള്? നമ്മളൊരു പ്രസംഗം കേട്ടിട്ട് താളത്തിൽ തുടങ്ങി അവതാളത്തിൽ കൈയടിക്കാനുള്ള ഒരു കാര്യപരിപാടി നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പറയും എന്താണെന്നറിയോ? ഇന്നത്തെ ഒരു നടത്തിപ്പില്ല, ഇന്നൊരു കൃപയില്ലായിരുന്നു, ഇന്നൊരു ഒരു ഉണർവില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഈ സ്റ്റേജിൽ പെർഫോമൻസിനല്ല, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുമ്പം പാസ്റ്റർ പറയും, ഇത് ജനത്തെ എല്ലാം അങ്ങ് ആരാധിപ്പിക്കണം എന്ന് പറയും. എനിക്ക് ഒരു ദിവസം പാസ്റ്റർ എന്നാ പാസ്റ്റർ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡി പാട്ട് പാടുക, ആർക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് പറയുക എന്നുള്ളതാണോ ഈ ആരാധന എന്ന് പറയുന്നതും, നമ്മൾ ആത്മാവിലാകുക എന്ന് പറയുന്നതും, നമ്മൾ ദൈവത്തെ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നതുമൊക്കെ നമുക്കൊരു നിയോഗമുണ്ടായിട്ട് ദൈവം നമ്മളിൽ ഇടപെട്ടിട്ട്, നമ്മളല്ല ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വന്നിട്ട് നാം എന്ന വ്യക്തി ദൈവത്തിന്റെ പ്രതിരൂപമായി സംസാരിക്കുന്ന പദങ്ങളായി മാറണം. അവിടെയാണ്. അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്ത് ഇത് പ്രാപിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ ഭാഷയും ഒരേ താളവും ഒരേ രീതിയിലും പോകുന്ന ഒരു കാര്യപരിപാടി ആയിട്ട് ഇതിനെ മാറ്റരുത്. ഞാൻ ഒരു ഉദാഹരണം പറയും. കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ലാൽജാനൊക്കെ ഒരു പക്ഷെ അറിയാതിരിക്കാം, ഞാൻ അത് പേരൊന്നും പറയുന്നില്ല, കാരണം അത് പറയാൻ പാടില്ലല്ലോ. ഒരു നൂജൻ ഒരു ടൈപ്പ് സഭ IPC-ലൊക്കെ ആയിരുന്നു അവര്, പിന്നെ മാറി അവരൊരു CD ഇറക്കുക. ഈ CD ഒരു വർഷിപ്പിന്റെ CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും പാടാൻ പറ്റുന്ന കുറെ പാട്ടുകൾ ചെയിൻ സോങ് ആയിട്ട്, നമ്മുടെ സാധാരണ ഭാഷ മാഷപ്പ് എന്നൊക്കെ പറയുന്ന മാഷപ്പ് പോലെ അല്ലെ ചെയിൻ സോങ് ആയിട്ട് പാടുന്ന കുറെ വർഷിപ്പ് പാട്ടുകൾ ഇവര് ചർച്ചിലെ ആൾക്കാരെല്ലാം പാടിയിട്ട് അങ്ങ് പോയി മിക്സ് ചെയ്ത് ഇറക്കാൻ നേരത്ത് അത് പാട്ട് പാടുന്ന ആ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാന വിശ്വാസികളുടെയാണ്. മാത്യു ജോണിനൊക്കെ കൊടുക്കുന്ന അവരുടെ ജനസിസ് സ്റ്റുഡിയോ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഫോഴ്സിന്റെ ജനസിസ് സ്റ്റുഡിയോ, അതിന്റെ ഹാർട്ട് ബീറ്റ്സിലൊക്കെ പണ്ടൊത്തിരി വർഷങ്ങൾ ഗിറ്റാർ വായിച്ചുകൊണ്ട് സണ്ണിച്ചാനെന്ന് പറഞ്ഞ് സണ്ണിച്ചിറങ്ങേണ്ടത് അദ്ദേഹമാണ് റെക്കോർഡിസ്റ്റ്. അപ്പം ഞാനിത് സത്യമായിട്ട് പറയുന്നത്, ഇപ്പൊ ഇത്ര പേര് പറയാൻ കാര്യം, അദ്ദേഹം ഞങ്ങൾ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള വർക്ക് എൻ്റെ ഒരു വർക്ക് അവിടെ നടന്നത്. അപ്പം ഇപ്പൊ അല്ലാതെ തന്നെ സോണിയ അവരോടെ വർഷങ്ങൾ പാടുകയും ചെയ്ത് മാസ്റ്റേഴ്സ് ഫോഴ്സ് സോണിയ ഒരു കുറെ വർഷങ്ങൾ അവരെ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ മിക്സിംഗ് എല്ലാം കഴിഞ്ഞപ്പം ഫൈനലിൽ ഔട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പം അവിടുത്തെ മെയിൻ ആള് പറഞ്ഞില്ല, ഞങ്ങളുടെ പാസ്റ്ററുടെ വന്നിട്ട് ഒരു ചെറിയ സാധനം എടുക്കാനുണ്ട്. അപ്പൊ ശരി ആയിക്കോളാം. ഉടനെ പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നുകൊണ്ട് കയറിയിട്ട് അവരുടെ കൺസോളിൽ കയറി മൈക്കെല്ലാം വെച്ചെല്ലാം റെഡിയായി കൺസോളിൽ ഇരുന്നുകൊണ്ട് റെക്കോർഡിസ്റ്റും മറ്റേ പാസ്റ്ററും റെക്കോർഡിസ്റ്റ് പറഞ്ഞ് പറഞ്ഞോളാൻ പറഞ്ഞു. ഉടനെ ഈ
ഈ റെക്കോർഡ് ചെയ്തിട്ട പാട്ടിട്ടോളാൻ പറഞ്ഞു. പാട്ടിട്ട് തീർന്നുടനെ അദ്ദേഹം പറഞ്ഞു ഈ തീർന്നുടനെ പഞ്ച് ചെയ്തോണം, അങ്ങനെ റെക്കോർഡ് ചെയ്തോണം. ശരി, ഈ തീർന്നുടനെ ചുമ്മാ പച്ചയ്ക്ക് നിൽക്കുന്ന വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയി ഞങ്ങളോട് പറഞ്ഞിട്ട് കയറി നിന്ന് വെറുതെ ആ മറ്റേ പാട്ടും കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ പാസ്റ്റർ കുറെ അന്യഭാഷ എന്ന് പറഞ്ഞു റെക്കോർഡ് ചെയ്തു. അപ്പം വീണ്ടും ഈ പുള്ളി പറഞ്ഞ് പക്ഷേ സണിച്ചാൽ ശരിയായില്ല, ഒന്നുകൂടെ പറയാന്ന്. എന്നത് എന്നതാ, നിങ്ങൾ എന്നോട് ഉണ്ടോ? ഈ പാട്ടിന്റെ കൂടെ ഇദ്ദേഹം വെറുതെ വർഷിപ്പ്, ലൈവ് വർഷിപ്പ് എടുക്കുക CD പുറത്തിറക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ കൂടെ പറഞ്ഞ അന്യഭാഷ ശരിയായില്ല, ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞു. പുള്ളി അന്നേരം ദേഷ്യപ്പെട്ട് ഒറ്റ അടി അടിച്ച കർസർ കമ്പ്യൂട്ടറിന്റെ ഇറങ്ങാൻ പറഞ്ഞു. ഈ പരിപാടി ഇതാ നടക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങളും ദൈവത്തെ വിശ്വസിക്കുന്നവരും അഭിഷേകത്തെ വിശ്വസിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാ. ഇതിനെ വിൽക്കാൻ ഈ കാര്യപരിപാടി കലാപരിപാടി ഇവിടെ നടക്കുകയല്ല, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങളുടെ വർക്കും വേണ്ട, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത ആ CD അന്നേരം അതിന്റെ ഔട്ട് എടുത്ത് കൊടുത്ത് പറഞ്ഞത് കാശ് പോലും തരണമെന്ന് പറഞ്ഞു. പറഞ്ഞാശയം മനസ്സിലാവുന്നുണ്ടോ ഞാൻ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, പലപ്പോഴും നമ്മളൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമായി ഈ കാലഘട്ടത്തെ പ്രത്യേകിച്ച്. നമ്മളൊക്കെ എന്ത് കേട്ടാലും അന്നേരം അതിനകത്ത് എന്ത് ചെയ്യാം, അതിനകത്ത് അതിന്റെ അർത്ഥം അറിയുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞ് വ്യക്തിക്ക് കേൾക്കാൻ പോലും പറ്റുന്നതിന് മുമ്പ് തന്നെ അത്രയും ബഹളം നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞെങ്കിൽ പുള്ളിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരാളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഒരാളുടെ സംസാരിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഒരാളെ മാറ്റത്തിന് വിധേയമാക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ കേട്ടിട്ട് ഇത് ശരിയോ തെറ്റോ ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം വേണ്ടേ? അപ്പൊ നമ്മളൊക്കെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനേറെ ഏലാവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. പണ്ട് മേശക്കെട്ടിന് അടിയും കൊടുത്ത് 2 കൈയടിച്ചാൽ ആത്മാവിലാകുന്ന അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുന്ന ഒരു സമൂഹം, ഒരു കേൾവിക്കാർ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ ആഖ്യാനങ്ങൾ കഥ പറച്ചിൽ പോലെയാണെങ്കിൽ അത് കഥ പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വ്യാഖ്യാനങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ കൃത്യമായി നല്ല നിലയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം പരാജയമായിരിക്കും. കേൾവിക്കാരൻ അതിനകത്തൊന്നും സ്വീകരിക്കാൻ കഴിയുന്നുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ശരിക്കും ഈ സ്വീകരണവും തിരസ്കരണവും മാത്രമല്ല, മറിച്ച് ഗുണീകരണം അതുണ്ടാവണം. അപ്പം ഇതിനൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറ്റുതിരുത്തി മടങ്ങി വരാനുള്ള അവസരം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ആശയങ്ങൾ നന്നായി എന്ത് ചെയ്യണം, അവതരിപ്പിക്കാൻ കഴിയണം. ഇത്രയും ഞാൻ നമ്മുടെ സമൂഹത്തിലെ പറഞ്ഞത്. ഇനി ഒരു പ്രഭാഷകൻ, ഇനി നമ്മൾ എന്ത് പ്രഭാഷണം നടത്തിയാലും നല്ല ആശയങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ഈ പുട്ടിന് പീര ഇടുന്ന പോലെ ഈ ആശയങ്ങളുടെ അപര്യാപ്തതയും അവതരിപ്പിക്കാനുള്ള അപക്വമായിരിക്കുന്ന ഒരവസ്ഥയും നമ്മൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞതെങ്കിൽ ഫില്ല് ചെയ്യുന്നു. അപ്പം നന്നായി നമ്മൾ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നേ ഉള്ളൂ, വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നായി വായിക്കുക. എല്ലാവരും കാരണം വായന എന്ന് പറഞ്ഞാൽ ഇന്നിറങ്ങുന്ന ഏറ്റവും ഉദാത്തമായ ക്രിസ്ത്യ പുസ്തകമാകട്ടെ സെക്കുലർ ആകട്ടെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരം മാത്രം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എനിക്കിന്നും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, കോട്ടയം ലൈബ്രറി. 4 പുസ്തകം ഒരു മാസം എടുക്കാം. അപ്പൊ 2 ആഴ്ച വരുമ്പോൾ വീണ്ടും പിന്നെ എടുക്കും. അപ്പൊ ഞാൻ പുസ്തകം എടുക്കുന്ന അവിടെ എല്ലാ ആളുകളുടെയും പുസ്തകമുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള പുസ്തകം മാത്രം എടുത്താൽ മതി. ഈ ആളുകളുടെ ഇതെല്ലാം വായിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകങ്ങളെ വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പുകഴ്ചയ്ക്ക് അപ്പുറമായിട്ട് ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ നോട്ട് എഴുതി വെക്കുകയും അതോടൊപ്പം തന്നെ ഈ നോട്ടുകൾ കൃത്യമായിട്ട് അതെനിക്ക് എല്ലാ സമയങ്ങളിലും ഉപയോഗപ്പെട്ട നിലയിൽ ഞാനത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ ഒരു കാര്യം കാണിക്കാം, ഒറ്റ മിനിറ്റ്. ശ്രദ്ധിച്ചേ, കാണാം എല്ലാവർക്കും. ഇതുപോലെ ഒരു ബുക്കിനകത്ത് നിറച്ച് ആശയങ്ങളും ചിന്തകളും ഈ പല എനിക്ക് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി നമ്മൾ പല കളറിൽ
ഒരു സ്കെച്ച് പെണ്ണുകൊണ്ട് ഒരു കടൽ എഴുതും, അടുത്തത് വേറെണ്ണം എഴുതും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വായനയിലും നമ്മൾ വായിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അല്ലാത്ത നിലയിലും ഒക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പല കളറിലുള്ള മഷി കൊണ്ട് എഴുതി ഇതെല്ലാം നോട്ടാണ്. ഈ പുസ്തകം നിറച്ച് ഞാൻ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള നോട്ടുകൾ ഞാൻ എഴുതി വെക്കുന്ന ചിന്തകളായിട്ടും എനിക്ക് ആവശ്യം പിന്നീട് ഉപയോഗമായി തീരും എന്നുള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഒരു പ്രഭാഷകനാകണമെങ്കിൽ നന്നായി വായിക്കുകയും ആശയങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങളും ഈ കഥകളും എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ എഴുതി വായിച്ചു വിട്ടാൽ പോരാ, അതെഴുതി ഒരു കൈപ്പുസ്തകത്തിൽ എഴുതി നമ്മൾ ഡയറിയിലോ ഒക്കെ എഴുതി സൂക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രസംഗത്തിനോട് അനുബന്ധമായിട്ട് അതൊക്കെ ഉപയോഗിക്കാൻ ഇടയായിത്തീരണം. സാധാരണ നമുക്ക് ഈ ആശയസമ്പന്നത എന്ന് പറയുന്നത് വായനയിലൂടെ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. നമ്മളിലേക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്കാണ് വാസ്തവത്തിൽ അത് വിപുലീകരിച്ച് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പൊ നമുക്ക് എവിടുന്നും ആശയം സ്വീകരിക്കാം. ഞാൻ സാധാരണ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഫേസ്ബുക്കിലും അതുപോലെ ഈ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒരു സചേതന ചിന്ത എന്നും പറഞ്ഞ് ചിലരൊക്കെ ഇത് വായിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പം അത് ഞാൻ എഴുതാറുണ്ട്. അത് ഇപ്പൊ സന്ധ്യക്ക് ഇന്ന് എഴുതി 1287 1287 ഞാൻ എഴുതി. അപ്പം ഒരു പകല് ഞാൻ ഒരു പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലോ ആരോടെങ്കിലും വർത്തമാനം പറയുന്നതിലോ എന്തെങ്കിലും വായിക്കുന്നതിലോ ഏതെങ്കിലും കേൾവിയിലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന ഒരു ചെറിയ ആശയമായിരിക്കാം, ഒരു ചെറിയ ആശയം. ആ ആശയത്തെ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിച്ച് ഇപ്പൊ നമുക്ക് ആ ശീലമായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആശയങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഭയത്തെ കുറിച്ചാണ്, നമുക്കല്ലെങ്കിൽ ഒരു വെറുപ്പിനെ കുറിച്ചാണ്, പ്രതീക്ഷയെ കുറിച്ചാണ്, എന്തുമായിക്കൊള്ളട്ടെ, നമ്മളുമായി സന്ധിക്കുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ, അത് നമ്മൾ പങ്കുവെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു പുതിയ ചിന്ത പറയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അപ്പം ആശയസമ്പന്നം കൈവരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കൃത്യമായി വായന വളരെ പ്രധാനപ്പെട്ടതാണ്. ചിന്താശീലം, രണ്ടാമത് ചിന്താശീലം പ്രസംഗകന്റെ കൂടപ്പുറപ്പാകണം എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും ആവി ഉയരുന്ന പോലെ ചിന്തിക്കുന്ന തലയിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പ്രഭാഷണം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയണം, പഠിക്കണം, അത് കൂലങ്കഷമായി ചിന്തിക്കണം. ഇന്നലകളിൽ ആ വിഷയത്തെ ആ വിഷയം ഇന്നലകളിൽ എങ്ങനെയായിരുന്നു, ഇന്നുകളിൽ എങ്ങനെയാണ്, നാളുകളിൽ എങ്ങനെയാണ് എന്ന് കൃത്യമായി നമ്മൾ അറിയുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ ഈ വർത്തമാന കാലത്ത് കേൾവിക്കാരന്റെ സാധാരണ ജീവിതവുമായി അവന്റെ ചിന്താപരമായിട്ട് യുക്തിപരമായിട്ടൊക്കെ എങ്ങനെ ഇത് സന്ധിക്കാൻ കഴിയും എന്നൊക്കെ കൃത്യമായി ചിന്തിച്ച് വേണം ഈ കാര്യങ്ങൾ, ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ. അപ്പം ഇതിനെല്ലാം ചെയ്യണമെങ്കിൽ, ഒരു പ്രഭാഷകനായി തീരണമെങ്കിൽ നല്ല പണിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവം നമുക്ക് നൽകി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചതാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. അത് നല്ല കാര്യമാണ്. ദൈവം അവർക്ക് പ്രത്യേകം താലന്ത് കൊടുക്കട്ടെ. പക്ഷേ നമ്മൾ ഒരു പ്രഭാഷകനായി ക്ഷണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതായിരിക്കും ഏറ്റവും ശോചനീയമായ അവസ്ഥ. അതുകൊണ്ട് നല്ല പ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്നവൻ ആശയസമ്പന്നത കൈവരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അവതരണം മെച്ചപ്പെടുത്താൻ എങ്ങനെയാണ്? ഇനി ആശയങ്ങളുണ്ട്, പക്ഷേ നല്ല ബോധമുണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയാൻ കേട്ടിട്ടില്ല നിങ്ങൾ? നല്ല ബോധമുണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു അവതരണം മെച്ചപ്പെടുത്തുക. മൂന്നാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ അവതരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക? നമുക്കറിയാം, ഈ പോസ്റ്റൽ വഴി നീന്തൽ പഠിക്കാൻ കേട്ടോ ഒരു പ്രയാസവും ഇല്ല. പോസ്റ്റൽ വഴി നീന്തല് നമുക്ക് പഠിക്കാം. എങ്ങനെ? മുമ്പോട്ട് കൈവെക്കുക, 90 ഡിഗ്രി പുറകോട്ട് കൈവെക്കുക, പിന്നെ എന്ത് ചെയ്യാം, നമ്മളൊരു പ്രതലത്തിൽ കിടക്കുക, അതിനുശേഷം മുൻപോട്ട് കൈവെക്കുക, പുറകോട്ട് വെക്കുക. ഈ കൈകൾ ഒരു സമാന്തരമായി ചലിപ്പിക്കുക. ഒപ്പം തന്നെ നമ്മുടെ കാലുകൾ ഇടവിട്ട് എന്ത് ചെയ്യുക, ഈ കൈയുടെ ചലനം അനുസരിച്ച് കാലുകൾ മുകളിലോട്ടും തലയോട്ടും എന്ത് ചെയ്യാൻ ഇങ്ങനെ അടിച്ചാൽ മതി, നിങ്ങൾ നീന്തൽ പഠിച്ചു. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒന്നാം പാഠം കഴിഞ്ഞു. ഇനി അടുത്തത്
ഇനി നമ്മൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ മൂക്ക് പൊത്തേണ്ട കാര്യമില്ല, വെള്ളം മൂക്കിലേക്ക് കയറിക്കോളും. ഇങ്ങനെ 100 കണക്കിന് തിയറി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റർ വഴി പഠിക്കാം. ഈ പോസ്റ്റർ വഴി കരാട്ടെ പഠിക്കുന്ന പോലെ ഞാൻ പറഞ്ഞത്, വെള്ളത്തിലിറങ്ങാൻ നീന്തൽ പഠിക്കാൻ പറ്റില്ല. ഒരു മുക്കുവൻ ഒരു മീൻ ചെന്ന് കടം ചോദിച്ചാൽ അടുത്ത മുക്കുവൻ ചോദിക്കുന്നവൻ ഉടൻ തന്നെ ഒന്നെങ്കിൽ വലയോ ഒരു ചൂണ്ടയോ അവന്റെ കയ്യിൽ കൊടുക്കും. കടം കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ, നിന്നെ വിളിച്ചത് നീ ഒരു മുക്കുവനായി ജനിച്ചെങ്കിൽ നീ വള്ളത്തിൽ കയറി, വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ പോയി ചൂണ്ടയിട്ടോ വലയിട്ടോ മീൻ പിടിക്കണം. അതാണ് നിന്റെ സ്വഭാവം, നിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നീ അത് ചെയ്യണമെന്ന് പറഞ്ഞ് മീൻ കടം കൊടുക്കാറില്ല. മറിച്ച് ഒരു വലയോ ഒരു എന്താ പറയാം, ചൂണ്ടയെ കൊടുത്ത് അവനെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു പ്രഭാഷകനാകാൻ നമ്മൾ ആ തീരുമാനമെടുത്താൽ അതിന്റെ അർത്ഥം നമ്മൾ സ്റ്റേജിൽ കയറിയേ പറ്റൂ, പ്രസംഗിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ പ്രസംഗം അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം വാക്ചാതുര്യം. എങ്ങനെ വാക്ചാതുര്യം? നമ്മുടെ ഈ നമ്മൾ പറയില്ല, നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ലെങ്കിൽ പിള്ളേർ പറയുന്ന പോലെ എന്ന് പറയും. നമുക്കത് പറയുകയും ചെയ്യണം, പക്ഷേ നമ്മുടെ മണ്ടയ്ക്ക് ആ സാധനം ഇരിക്കുകയും ചെയ്യരുത്. അതാ പറയുന്ന വാക്കിന്റെ കുറ്റം നമ്മുടെ മണ്ടയ്ക്ക് ഇരിക്കരുത്. ഇവിടുത്തെ ന്യൂജൻ പിള്ളേർ പറയുന്ന പോലെ, അല്ലെ പിള്ളേർ പറയുന്ന പോലെ, അല്ലെ അവര് പറയുന്ന പോലെ, അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറയുന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേ, ഇപ്പം നമുക്ക് എന്താണെന്നറിയാമോ, വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ ഈ തള്ളല്ല, ചുമ്മാ എന്ത് ചെയ്യാ, വെറുതെ അധര ചർവണം നടത്തുകയല്ല, തള്ളുകയല്ല ശരിക്കും വേണം. വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ വിപുലമായ പദസമ്പത്ത് കൈവശമുള്ള ആള്, അനായാസേന എന്ന് പറഞ്ഞാൽ ആർക്കും കടിച്ച പൊട്ട ആർക്കും മനസ്സിലാകാത്ത നിലയിലുള്ള വലിയ വലിയ പദാവലികൾ ഉപയോഗിക്കണം, ശേഖരം കയ്യിലുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. കേൾക്കുമ്പോൾ തന്നെ ഇമ്പം ഉണ്ടാകണം. ഓരോ പദങ്ങളും ഒന്നിനോട് കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം, നല്ല വാക്ചാതുര്യമുള്ള ഒരാളാണ് ആയിരിക്കണം പ്രഭാഷകൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നല്ല പദാവലി, പിന്നെ പ്രയോഗപാടവം. ഒരു പദം എവിടെ കൃത്യമായി ആപ്റ്റായ സ്ഥലത്ത്, കൃത്യമായ സ്ഥലത്ത് ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൊണ്ടുവെക്കാൻ അവൻ അറിയണം. അല്ലാത്ത ആള് പരാജയപ്പെട്ടു പോകും. നമുക്കറിയാമല്ലോ, മേൽക്കൂര മുകളിൽ വെച്ചല്ല പണിയുന്നത്. തീർച്ചയായിട്ടും ഓട് കയറ്റാൻ വേണ്ടി കരിക്കോലും ഉത്തരവും ഒക്കെ അതിന്റെ മേൽ ഈ പണിയുമ്പോൾ താഴെ തന്നെ വിത്ത് കെട്ടി വരുമ്പോൾ താഴെ വെച്ച് പണിയുന്ന കാര്യങ്ങൾ മുകളിൽ ചെന്നാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ മേൽക്കൂര വെക്കത്തക്ക നിലയിൽ ആയിരിക്കും ഭിത്തിയുടെ പണിയും. പണിയുന്ന ഭിത്തിയുടെ മേൽ കൃത്യമായി മേൽക്കൂര ഫിറ്റ് ചെയ്ത് കഴിക്കോലും മറ്റു ഉത്തരവുമെല്ലാം റെഡിയാക്കി അതിന്മേൽ ഓട് പാകത്തക്ക നിലയിലായിരിക്കും ഇതിന്റെ പണി. ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കണക്കിലാണ് പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് നല്ല പദങ്ങളുണ്ട്, നല്ല പദങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പദമാണ്. നമ്മൾ പറയുമല്ലോ എന്റെ കോൺസെപ്റ്റ്, അതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാന്ന് പറയും നമ്മൾ. അതിന്റെ കോൺസെപ്റ്റ് അല്ലെ, കൺസെപ്റ്റ് എന്ന് പറയാം, കോൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം അതിന്റെ ശുദ്ധ മലയാളം എന്ന് പറഞ്ഞാൽ പരിപ്രേക്ഷ്യം എന്നാണ്. പരിപ്രേക്ഷ്യം നിങ്ങൾ അവർ കേട്ടിട്ടുണ്ട്? അതിന്റെ പരിപ്രേക്ഷ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വല്ല മനസ്സിലാവൂ? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇതുപോലെ കട്ടിയായി എത്രയോ മലയാളം, നമ്മൾ നന്നായിട്ട് മലയാളം ഇതെല്ലാം വായനയിലൂടെയാകട്ടെ നമുക്ക് ലഭിക്കുന്നത്. നന്നായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത്, നല്ല പദസമ്പത്ത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, നന്നായി പദസമ്പത്തുള്ള ആളുകൾക്ക് മാത്രമേ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത് പ്രയോഗപാടവം എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗപാടവും പദാവലിയും ഒത്തുചേരുമ്പോഴാണ് നന്നായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക. ഇനി ഇത് ഈ നമ്മൾ നിർത്തി ശബ്ദം ക്രമീകരിച്ച് കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ഒരു പ്രസംഗം നന്നായി വരുന്നത്. ഒന്നാമത് ഈ എല്ലാം വിശദീകരിച്ച് പറയാൻ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നില്ല, പിന്നീട് നമുക്കത് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പം ഒന്നാമതായിട്ട് വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സത്യമാണ് പറയുന്നത്, നമ്മളൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ആ യാഥാർത്ഥ്യം തെളിയിക്കാനുള്ള എല്ലാവിധമായ തെളിവുകളും നമ്മുടെ ആവനാടിൽ ഉണ്ടായിരിക്കണം. ആ തെളിവുകൾ
ഓരോന്ന് നമ്മൾ എടുത്തുപയോഗിക്കുകയും ചിലതിനെ തിരസ്കരിക്കുകയും ചിലതിനെ സ്വീകരിക്കുകയും ചിലത് സ്ഥാപിക്കുകയും ചിലതിനെ സ്വീകരിക്കാനുള്ള ആഹ്വാനം നൽകുകയുമാണ് സാധാരണ പ്രസംഗത്തിലൂടെ ചെയ്യുന്നത്. അത് നല്ല നിലയിൽ, ഏറ്റവും സ്വീകാര്യമായ നിലയിൽ ആൾക്കാരിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതും, കേൾക്കുന്ന കേൾവിക്കാരന് അരോചകമില്ലാത്ത നിലയിൽ ഈ ശ്രവ്യ സുഖമായ കർണസുഖം വരുമാറ് നന്നായി, എന്നർത്ഥം നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മനസ്സിലാകുന്ന നിലയിൽ അങ്ങോട്ട് പറയുമ്പോഴാണ് പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രഭാഷണം നന്നായി തീരാൻ ഇടയാകുന്നത്. ഇനി അടുത്തത്, രണ്ടാമത്തെ കാര്യം, ഈ അവതരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാര്യം ഭാവപ്രകടനമാണ്. ഭാവപ്രകടനം, മുഖക്കുറി എന്ന് പറയുന്നത് മനസ്സിന്റെ പൂക്കുറിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സ് എന്താണോ അതാണ് നമ്മുടെ മുഖക്കുറി എന്ന് പറയുക. മുഖം ഉള്ളെന്താണോ അതാണ് നമ്മുടെ മുഖത്ത് തെളിയുന്നത്. അപ്പം പ്രസംഗകൻ എപ്പോഴും പ്രസന്നപദനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ വിഷയത്തോട് വൈകാരികമായ ഭാവങ്ങൾ നമ്മുടെ അംഗവിക്ഷേപങ്ങളിൽ, നമ്മുടെ അംഗചലനങ്ങളിൽ, നമ്മുടെ കൈയുടെയും മുഖത്തിന്റെയും ഭാവത്തിലൂടെ, കയ്യിലെ ആക്ഷൻ കാണിക്കുന്നതിലൂടെയും മുഖഭാവത്തിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് സന്ദേശം തിരിച്ചറിയണം. അതിന്റെ വൈകാരിക കൂടുതൽ തീവ്രമാകുന്നത് ഇത്തരത്തിലുള്ള ഭാവപ്രകടനങ്ങളിലൂടെയാണ്. ശ്രദ്ധിച്ചേ, ചില പ്രഭാഷകർ ഒരിക്കൽ പോലും ചിരിക്കാറില്ല. നമ്മൾ ഏതാണ്ട് ഫുഡോട് കാശ് കടം ചോദിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള പറച്ചില് പോലെ സുവിശേഷം ചിലത് പറയുന്നു. ഒരു സുവിശേഷകനെ സംബന്ധിച്ചോളം എപ്പോഴും പ്രസന്നവദനായിരിക്കണം. എല്ലാവരെയും എന്ത് ചെയ്യണം, ചിരിച്ചൊന്ന് കാണിക്കാനുള്ളൊരു ഒരു മനസ്സുണ്ടാവും. ചുമ്മാ ഒന്ന് ചിരിച്ചു കാണിക്കണം. എൻ്റെ വൈഫിന്റെ അനിയത്തി, അവൾ മരിച്ചുപോയി. ഒരു സുവിശേഷകന്റെ ഭാര്യയായിരുന്നു, പാസ്റ്ററുടെ ഭാര്യയായിരുന്നു. പുള്ളിക്കാരത്തി ഈ ഒരു 30-34 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അവര് നല്ല ഒരു സുവിശേഷകയായി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ശേഷം ഒരു പുതിയ സ്ഥലത്ത് അവര് സഭാ ചാർജ് വന്നു. പുതിയ സ്ഥലത്ത് സഭാ ചാർജ് പുതിയ സ്ഥലത്ത് വന്ന ഉടനെ പുള്ളിക്കാരത്തി രാവിലെ സഭാ ഹോളിന്റെ ചുറ്റുമൊക്കെ മിറ്റം കാണിക്കുമ്പം അതിന് പോകുന്ന ആൾക്കാരെ വെറുതെ ചിരിച്ചു കാണിച്ചു, അവരെ ചിരിച്ചു കാണിച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള സകല ഈ ഒരു ചർച്ച് ഒരു പോക്കറ്റ് റോഡിന്റെ സൈഡിലാണ്. അതുവഴി സ്ഥിരമായി ജോലിക്ക് പോകുന്ന സകല ആളുകളുമായിട്ട് ഒറ്റ മാസത്തിനുള്ളിൽ പുള്ളിക്കാർക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനിടയായി. ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്, അടിച്ചു വരുന്ന കൂട്ടത്തിലാണ്, പുള്ളിക്കാരത്തി ഒന്ന് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ എന്നെ വെറുതെ ആ ദിവസം തിരിച്ചു കാണിച്ച് പിന്നെ അവരോട് എവിടെ പോകുന്ന ചോദിച്ചു, ലേറ്റ് ആയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ സഭ ഹോളിൽ അവര് വന്ന ശേഷം 3-4 മാസമേ ആ പുള്ളിക്കാരത്തി അവിടെ ജീവിച്ചുള്ളൂ. ഞങ്ങളുടെ സഹോദരൻ അവിടെ ജീവിച്ചുള്ളൂ. പക്ഷേ ആ നാട് മുഴുവൻ കരയുമായിരുന്നു. അവരാരും എന്നാൽ അവർക്ക് നല്ല സാക്ഷ്യം 4 മാസം കൊണ്ട് ആ ദേശത്തുള്ള ഒട്ടുമുക്കാൽ ആളുകളും അവരുടെ സുഹൃത്തായി മാറി. ഞാൻ പറഞ്ഞ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാഷകൻ നന്നായി ഒന്ന് ചിരിക്കാൻ എങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ഓർത്തേ, ഈ ഭയങ്കര വിഷമത്തിൽ പോകുന്ന ഒരാളുടെ ചുമ്മാ നമ്മൾ നടന്നു പോകുന്നു ചിരിച്ചു കാണിച്ചാൽ പുള്ളി ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. അപ്പം നമ്മൾ പുള്ളിയെ നോക്കി ചിരിച്ചു കാണിച്ചാൽ അപ്പം പെട്ടെന്ന് ചിന്തിച്ചാൽ ഇവൻ എന്നാ നോക്കിയാൽ ചിരിക്കാൻ കാര്യം, നമുക്ക് പരിചയമൊന്നുമില്ല, ഇവൻ ഏതാന്ന് ഓർത്തും ചെയ്യാം. 1 മിനിറ്റ് എങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളി ചിന്തിച്ചുകൊണ്ട് വന്ന കാര്യം മറന്നുപോയി, ആ ടെൻഷനും മറന്ന് പുള്ളി ഫ്രീ ആകും. നിങ്ങൾ ചിരിച്ചു കാണിച്ച്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ചില ആളുകളുണ്ട് എന്ത് ചെയ്യാം, നമ്മൾ കാശ് കടം ചോദിച്ചോ, ലോണ് ചോദിച്ചു, അവരുടെ വീട്ടിൽ വെളുപ്പിനെ എന്ന് കാശ് ചോദിച്ചതുപോലെയാണ് സുവിശേഷ പ്രസംഗം ഈ മൈക്കിന് മുമ്പിൽ ജനത്തിന് മുമ്പിൽ പറയും. ഭയങ്കര ദേഷ്യത്തിലാണ്. ചിലർക്കൊന്നും സൂചിക്കുകയില്ല, മോണിറ്റർ വേണം, മൈക്ക് നല്ല ആയിരിക്കത്തില്ല. ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വല്ലോടത്തും ഇരിക്കുന്ന ഒരു പ്രഭാഷകനെ നമ്മുടെ കുറ്റം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ കൺവെൻഷൻ തീരുമാനിച്ചു, നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും എന്ത് ചെയ്യുക, 1 വർഷത്തെ പ്രാർത്ഥനയും സമ്പാദ്യ ശേഖരണവും എല്ലാം കൊണ്ട് നമ്മളൊരു കൺവെൻഷൻ തല്ലിക്കൂട്ടും. അവിടെ വരുന്ന ആ പ്രഭാഷകന് പലതും സൂഹിക്കാതെ വരും. പിന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക എന്നുള്ളൊരു പരിപാടി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം പറഞ്ഞതിന് അപ്പുറമായിട്ട് അവര് പല കാര്യങ്ങൾ പറഞ്ഞ് പോട്ടെ, എനിക്ക് നമ്മുടെ വിഷയമല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ
പ്രഭാഷകൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഈ കാലഘട്ടങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്റെ ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയാൻ വിളിക്കുന്ന ഒരാളെ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആ പറയുന്ന അത് കാര്യം നിർത്തിയിട്ട് സുവിശേഷം പറയണം എന്ന് നിർബന്ധിക്കണം അവര്. അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരാളാണ് ഞാൻ. കോട്ടയെ ഞാൻ പറഞ്ഞത്, നമ്മൾ നന്നായി എന്ത് ചെയ്യുക, എപ്പോഴും നല്ല പ്രസന്നവതയോടുകൂടി പ്രസംഗിക്കാൻ തയ്യാറാകുക. ഒപ്പം തന്നെ നമ്മൾ പറയുന്ന ആശയങ്ങൾ ജനത്തിന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാൻ വേണ്ടി കൃത്യമായ ഭാവപ്രകടനങ്ങൾ നമ്മളിൽ നിന്നും, വൈകാരികമായ പ്രകടനങ്ങൾ, ഉണർത്തലുകൾ നമ്മളിൽ നിന്നും ഉണ്ടാകും. ഒന്നും ഞാൻ പറയാം. എല്ലാവരും കരമുറത്ത് ഒരു സ്തോത്രം പറഞ്ഞ് എന്ന് ഞാനൊരു പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഒരു കൺവെൻഷന് കയറി പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കട്ടെ, ഞാൻ വളരെ ശബ്ദം വളരെ താത്ത് വളരെ പതുക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ജനമെല്ലാം കൂടി എന്ത് ചെയ്യും, അതിനെക്കാട്ടെ ശബ്ദം താഴ്ത്തി എന്ത് ചെയ്യും, ഒരു ഹല്ലേലൂയ പറയും. നമ്മൾ എത്രത്തോളം ഒരു പന്ത്, ഒരു പന്ത്, ഒരു ബോള് നമ്മൾ ഒരു ഭിത്തിയിലേക്ക് എത്ര ശക്തിയോടുകൂടി വലിച്ചെറിയുന്നു, നാം അറിയുന്ന ശക്തിക്ക് എത്രയും ശക്തിയുണ്ടോ അത്രയും ആ ശക്തിയിൽ എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ എന്ന് ഞാൻ പറയാം. നമ്മൾ ഒരു ബോൾ നമ്മുടെ കൈ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ നോക്കിക്കേ, വെറുതെ ഒരു ഭിത്തിയിലേക്ക് എറിയുക. നമ്മൾ എറിയുന്ന എത്രയും ശക്തിയിൽ എറിയുന്നു അത്രയും ശക്തിയിൽ എന്ത് ചെയ്യും, തിരിച്ചു വരും. നമ്മൾ പതുക്കിയായി എറിയുന്നെങ്കിൽ അതെന്ത് ചെയ്യുക, അവിടെ ചെന്ന് അങ്ങോട്ട് ഉരുളണോ വേണ്ടയെന്ന് 3-4 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ച് എന്ത് ചെയ്യും, അതൊക്കെ ഉരുണ്ടു വരും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മൾ പ്രകടിപ്പിക്കുന്ന വൈകാര്യമായ ഭാവങ്ങൾ, നമ്മൾ പടച്ചുവിടുന്ന ആശയങ്ങൾ, നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന, നമ്മുടെ അതരചർവണമല്ല, നമ്മൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് അത്രത്തോളം അർത്ഥഗാംഭീര്യവും വലിപ്പവും ഒപ്പം തന്നെ ശക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രതികരണം കേൾവിക്കാരിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭാവപ്രകടനങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞ 3 കടമ്പകളാണ് ഈ പ്രസംഗം അനുഭവിക്കുന്ന 3 കടമ്പകൾ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാഷണത്തിന്റെ മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഐ കോണ്ടാക്ട് പിന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നീട് പഠിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യം അംഗചലനമാണ്. 3ാമത്തെ കാര്യം അംഗചലനം. പ്രസംഗത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അംഗചലനം. അപ്പൊ ഞാനിവിടെ വളരെ ലളിതമായിട്ടിരുന്ന് കൈയൊക്കെ കെട്ടി എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെ പറഞ്ഞാൽ നിങ്ങളും എന്ത് ചെയ്യും, ഇവിടെ എന്താ പരിപാടി, പുള്ളി ജീവനുമില്ല, ഒന്നുമില്ല, പുള്ളി ആകെ വല്ലാത്തൊരു മൂഡ് ഓഫ് ഇല്ലാതെ. അപ്പൊ നമുക്ക് തന്നെ കേൾക്കുന്നവർക്ക് തന്നെ പറയും, ഈ ക്ലാസ് ഇരിക്കണ്ടായിരുന്നു എന്ന് തോന്നും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ചില പ്രഭാഷകരുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ എന്ത്, നമുക്ക് പിന്നെ പോയി ഒരു മസാലയൊക്കെ കഴിച്ച്, വേണമെങ്കിൽ ഒരു ഐസ്ക്രീമും കഴിച്ച്, വേണമെങ്കിൽ ഒരു പുഡിങ്ങും ഒക്കെ കഴിച്ച് 10 മിനിറ്റ് വർത്താനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് പുള്ളി അടുത്ത വാക്ക് പറയുന്നത്. പറഞ്ഞതിനകത്തൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഇവര് പറയുന്ന കാര്യം ഇത്രയും ലാഗടിച്ച് പറയുന്നത് കൊണ്ട്, ഇത്രയും ലേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് വലിയ കാര്യം പറയാൻ പോവാം. ദൈവം ഇന്നു രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അത് ഒന്നിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ദൈവം ഇന്ന് രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം ഭയങ്കര സ്പീഡിൽ പറയണമെന്നുള്ളതല്ല, മറിച്ച് ഒരു സാമാന്യം നമുക്കൊക്കെ എത്തിപ്പെടാൻ, ഒപ്പം സഞ്ചരിക്കാൻ, കേൾവിക്കാരൻ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സ്പീഡിൽ എങ്കിലും കാര്യങ്ങൾ പറയണ്ടേ. ഇനി ഈ ലാഗടിച്ച് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്നതിനകത്ത് ഒരു വലിയ ആശയമാണ് അവതരിപ്പിക്കുന്നെങ്കിൽ കേൾവിക്കാരൻ കേട്ടിട്ട് 2, 3, 4, 5 ആവർത്തി ചിന്തിക്കാനുള്ള സമയം അവന് വിട്ടുകൊടുക്കണം. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇതൊന്നുമില്ലാത്ത സാധാരണ പദാവലികൾ കൊണ്ട് ഒരു സാധാരണ കാര്യങ്ങൾ പറയുന്ന ഒരാള് ഇത്തരം ലാഗിൽ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര ആശയങ്ങൾ പറയുന്ന, ആശയ ഗാംഭീര്യമുള്ള സംഗതികളായി പുള്ളി പറയാൻ പോകുന്നു. ചുമ്മാതെയാണ്. അപ്പൊ അംഗചലനങ്ങൾ ശ്രദ്ധിക്കുക. അംഗചലനങ്ങൾ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവൻ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിച്ചേ, നമ്മൾ എന്തിനും ഒരു താളത്തിലാകുന്നു. ഒരു ക്ലോക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക താളത്തിലാണ് ചലിക്കുന്നത്, അല്ലേ? അതിന്റെ സെക്കൻഡ് സൂചിയും അതിന്റെ മണിക്കൂർ സൂചിയും പിന്നെ അതിന്റെ മിനിറ്റ് സൂചിയും എല്ലാം ക്രമീകരിക്കുന്ന താളത്തില്ല. ഇനി ഒരു പുഴ ഒഴുകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു താളമുണ്ട്. നമ്മൾ നടക്കുന്നതിനൊരു താളമുണ്ട്, നമ്മൾ പറയുന്നതിനൊരു താളമുണ്ട്, അല്ലെ? സംഗീതത്തിനൊരു താളമുണ്ട്. ലോകത്തിന് എന്തിനും ഒരു താളമുണ്ട്. ഒരു താളത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഡബിങ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വോയിസ് ഇങ്ങനെ പല കാര്യത്തിന് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മളൊരു താളത്തിൽ പറയാൻ പറ്റും. ഒരു താളത്തിൽ പറയുമ്പോഴാണ് ഇപ്പം 1, 2, 3, 4 അപ്പൊ അടുത്ത ഒരു താളത്തിൽ പറയുമ്പോഴാണ് നമുക്കത് കേൾക്കാൻ ഒരു സുഖം വരുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ എന്ത് കാര്യവും ഇപ്പൊ നമ്മളെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പാട്ടിന്റെ മൂഡ് അനുസരിച്ചാണ് അതിന്റെ എഡിറ്റിങ്, അതിന്റെ ഷോട്ടുകൾ നിർണ്ണയിക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ, അത് എടുക്കുമ്പോൾ തന്നെ, ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഏത് രീതിയിൽ അത് പാൻ ചെയ്യണോ, അല്ലെങ്കിൽ പോസ് വേണോ, വൈഡ് വേണോ, സജഷൻ വേണോ, അതിന്റെ ഹെലിക്യാം ഉപയോഗിക്കണോ, അല്ലെങ്കിൽ സ്റ്റഡി ക്യാം ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഗിംബൽ ഉപയോഗിക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഷോട്ടുകൾ നമ്മൾ നിശ്ചയിക്കുന്നത് പാട്ടിന്റെ മൂഡ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ആ പാട്ടിന് ഒരു ഋതം ഉണ്ടായിരിക്കും. ആ ഋതം അനുസരിച്ചാണ് കൃത്യമായിട്ട് ഒരു ഋതം ആ പാട്ടിനനുസരിച്ചാണ് അതിന്റെ ഷോട്ടുകൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അരോചകമില്ലാതെ നമുക്കൊന്നും നമ്മൾ പറയും ആ ഷോട്ടുകൾ അടിക്കുക എന്ന് പറയും. ഒന്നും പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യാതെ നമുക്ക് സുഖകരമായിട്ട് ഇത് കട്ട് ചെയ്യുന്ന ഈ ഷോട്ടുകൾ മാറുന്ന പോലും ഈ കാഴ്ചക്കാരന് അറിയാൻ വയ്യാത്ത നിലയിൽ സുഖകരമായിട്ട് പോകും. ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. പ്രസംഗത്തിനും ഒരു താളം ഉണ്ടാവണം, പ്രഭാഷകന് ഒരു താളം ഉണ്ടാകണം. ഇനി ഒരു പറയുന്ന വാക്കിനും വാചകത്തിനും ഒക്കെ ഒരു താളം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് രാത്രിയിൽ, അങ്ങനെയാണ് അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെന്ത് പറയുന്ന ഒരു എന്തൊരു ഓർഡർ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന എന്ത് കാര്യത്തിലും ഒരു പ്രത്യേക താളത്തിൽ അപ്പം ഇതെല്ലാം നമ്മൾ ഒരു ആശയം അവതരണമാണ്, ഒരു ആശയം അവതരിപ്പിക്കുന്നത്, ഒരു തത്വമാണ് പറയുന്നത്, ഒരു ചിന്തയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേൾവിക്കാരന് നമ്മോടൊപ്പം സഞ്ചരിക്കാൻ ഒരു തൃഷ്ണയുണ്ടാകണം, ഒരു ആഗ്രഹം ഉണ്ടാകണം. ചില ആളുകളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇടിയ, ഭയങ്കര ആളുകൾ തള്ളും. ഞാൻ ഈ മദനിയുടെ പ്രസംഗം കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ അടുത്ത സമീപ പ്രദേശങ്ങളിൽ എവിടെ ഉണ്ടായിരുന്നെങ്കിലും പണ്ട് അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പായിട്ട് പോകുവാൻ കേൾക്കാൻ, സുകുമാർ അഴിക്കോടിന്റെ പ്രസംഗം കേൾക്കാൻ താച്ചിരി രാവിലെ പത്രം നോക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടോന്ന് കോട്ടയത്ത് ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി, അന്ന് ബാഹ്യ സൗകര്യം ബസ് മാത്രമേ ഉള്ളൂ, പോയിട്ട് തിരിച്ചു വരാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകും. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച ചില പ്രഭാഷകരുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ആ പ്രഭാഷണങ്ങൾ ഒരു താളത്തിലും അവരുടെ അംഗചലങ്ങളിലും ഒക്കെ നമ്മൾ ആകൃഷ്ടരായി ഒപ്പം സഞ്ചരിക്കാനുള്ള വലിയ തൃഷ്ണ നമുക്കുണ്ടാകും. ഈ സുകുമാർ അഴിക്കോട് എപ്പോഴും പറയുമ്പം ഈ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെക്കും. സമൂഹത്തിന്റെ പരിച്ഛേദനമായിട്ട് നമ്മൾ അതിന്റെ അന്തരാത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു പ്രത്യേക സംവിധാനമുണ്ട്. അന്ന് അതിന്റെ അന്തരാളമാണ്, അതിനെക്കുറിച്ചുള്ള വ്യക്തവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഈ പറയുമ്പോൾ നമ്മൾ എന്തെന്നറിയാമോ, നമ്മൾ ഒപ്പം അങ്ങ് സഞ്ചരിക്കുക, അദ്ദേഹത്തിന്റെ കൂടെ പോവുക. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആശയം ഒന്നേ തുടങ്ങുമ്പോൾ മുതൽ അദ്ദേഹത്തോടൊപ്പം എന്ത് ചെയ്യുക, ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുക. ഞാൻ പറഞ്ഞത് ഒരു കേൾവിക്കാരൻ, ഒരു ശ്രോതാവ് പ്രഭാഷകന്റെ ഒപ്പം സഞ്ചരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗചലനത്തിനും വൈകാരികമായ പ്രകടനങ്ങൾക്കും മുഖഭാവത്തിനും തന്റെ അംഗവിക്ഷേപങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രദ്ധിച്ചേ, പറയുന്ന നമ്മൾ പലപ്പോഴും ഈ പറയുന്ന പറയാൻ വേണ്ടി പറയുകയും ഈ കൈയുടെ ചലനങ്ങൾ അത് കാണിക്കാൻ വേണ്ടി കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും അത് തെറ്റിപ്പോകാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും, ശ്രദ്ധിച്ചേ ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഒന്നിച്ച് നമ്മൾ ദിവസങ്ങളിലായിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അങ്ങനെയാണോ കാണിക്കുന്നത്? ഞാനും നിങ്ങളും എന്നല്ലേ പറയേണ്ടത്, ഞാനും നിങ്ങളും അല്ലേ? ഞാനും നിങ്ങളും. നമ്മൾ ഇതിന് ആവേശം കയറുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. നിന്നെയും കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞ രീതിയിലല്ല പ്രഭാഷണം നടത്തേണ്ടത്. നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് അങ്ങ് ഭയങ്കര ത്രില്ലടിക്കും. കാരണം 10 പേര് അവിടെ നിന്ന് നേരിടാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് വൈകാരികമായി ഉണർത്തപ്പെടുകയും നമ്മൾ അങ്ങ് വളരെ പിനാക്കിൾ ഓഫ് ദി മൗണ്ടൻ, ഈ പർവ്വതത്തിന്റെ ഏറ്റവും അഗ്രത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വരും. അങ്ങനെയല്ല, വൈകാരികമായി നമ്മൾ വിഷയത്തിൽ നിന്ന് മാറാതെ തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ, കേൾവിക്കാരന് ഏറ്റവും ആസ്വാദ്യകരമായിരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ചേ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. ഇനി എങ്ങനെയാണ് പ്രസംഗത്തിന് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളതാണ്, എങ്ങനെ പ്രസംഗത്തിന് ഒരുങ്ങണം എന്നുള്ളതാണ്. ഈ മൈക്കിന് മുമ്പിൽ വരുമ്പോഴല്ല. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന നുണ, നമ്മൾ ഭയങ്കര നുണ പറയാറുണ്ട് നമ്മൾ. ഞാൻ ഒരു വിഷയം ഇപ്പൊ എടുത്തിട്ട് വന്നത് ഇങ്ങനെ
ഇത് ചിന്തിച്ചു തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് ഇരുന്നപ്പോഴാണ് വേറൊരു വിഷയം എന്നോട് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ശരി, നല്ല കാര്യം, അങ്ങനെ പറയൂല. അപ്പൊ നമുക്കിപ്പം ഈ പുള്ളിക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണല്ലോ, നമ്മൾ അതിന് കുറ്റമൊന്നും പറയുന്നില്ല. അപ്പം ഇദ്ദേഹം വന്നിരുന്ന് പിന്നെ അടിക്കുന്ന മുഴുവൻ ഇതിന്റെ മൂലഭാവവും ഇതിന്റെ അങ്ങേയറ്റത്തെ കാര്യവും. അത് ഗ്രീക്കിൽ നമ്മൾ ഇന്നെ പറയുന്നു തത്തലസ്റ്റായി, അതിന്റെ മൂലപദമായ എബ്രായ ഭാഷയില് അത് പറയുന്നു, അതിന്റെ സിറിയയിൽ ഇങ്ങനെ പറയുന്നു, അതിന്റെ സംസ്കാരം എങ്ങനെയാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നന്നായി ആ വിഷയം പഠിച്ച് എഴുതി വെച്ച് കൃത്യമായിട്ടൊരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെന്തായാലും അയ്യോ ഇന്ന് രാത്രി മിക്കാതെ എന്നോടായിരിക്കും അല്ലേ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് താവേ ഏൽപ്പിക്കുക, ക്രൂശിന്റെ മറവിൽ മറച്ചോണെ, ആരും കാണുന്നില്ല. അത് നല്ല കാര്യമാട്ടോ അങ്ങനത്തെ പ്രാർത്ഥന. കാരണം പുള്ളിയുടെ ഒന്നും പറയാതെ എന്ത് ചെയ്യാ ഇരിക്കട്ടെ, അത് നല്ല കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രഭാഷകൻ നന്നായി ഒരുക്കി വരണം, അല്ലാതെ വന്നിട്ട് എനിക്കിപ്പൊ കിട്ടിയാന്നും പറഞ്ഞത് പറയുന്നവരുണ്ടാകാം, അത് തെറ്റൊന്നുമില്ല, എനിക്കതിനോട് എതിർപ്പുമില്ല. പക്ഷെ നമ്മളൊക്കെ ഒരു നല്ല പ്രഭാഷകനാകാൻ ഉള്ള പഠനത്തിനാകുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഏറ്റവും നന്നായി ഒരുങ്ങണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് മൈക്കിന് മുമ്പിൽ നിന്നല്ല, നേരത്തെ നോക്കിയല്ല പറയേണ്ടത്, അതിന് മുമ്പ് നന്നായി ഒരുങ്ങണം. ഒന്നാമത്തെ കാര്യം വിഷയ സ്വീകരണമാണ്. എങ്ങനെ ഒരുങ്ങണം? ഒന്ന്, വിഷയ സ്വീകരണം. പ്രസംഗത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന വിഷയം നന്നായി സ്വീകരിക്കുന്ന ഘട്ടമാണ് ആദ്യത്തെ ഘട്ടം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസംഗം, ഈ കൺവെൻഷൻ ആകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രസംഗത്തിന് വിഷയം തന്നില്ലെങ്കിൽ പോലും നമ്മളൊരു വിഷയം അങ്ങ് പ്രസംഗിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ വിഷയം നമ്മൾ അങ്ങ് ഹൃദയത്തോട് ചേർത്ത് വെക്കണം, നമ്മൾ അങ്ങ് സ്വീകരിക്കണം. ഈ വിഷയത്തെ നന്നായി എന്ത് ചെയ്യണം, അങ്ങ് സ്വീകരിക്കണം. ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങുമ്പോൾ അതിനകത്ത് പിള്ളേർക്ക് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണവും ഉണ്ട്, കിൻഡർ ജോയ് ഉൾപ്പെടെ. ആ സമയത്താണ് നമ്മുടെ സഭയിലെ ഒരു കൊച്ചിനെ കാണുന്നത്. നമ്മളെ കയ്യിൽ ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിച്ചതോ ഇരിപ്പുണ്ടെന്നതാണ്. ശ്രദ്ധിക്കണം എല്ലാവരും, എല്ലാവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, കളിപ്പിച്ച് തക്കുട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇങ്ങനെ താഴിയിലൊക്കെ പിടിച്ച് പിന്നെ കളിപ്പിച്ച് കൊഞ്ചിച്ച് നമ്മളെന്ത് ചെയ്യും, കിൻഡർ ജോയ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മള് പപ്സ് ഒരെണ്ണെടുത്ത് കൊച്ചിന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ കിൻഡർ ജോയ് മാറ്റിയിട്ട് 10 രൂപയുടെ അല്ലെങ്കിൽ ഒരു കാരാമിൽക്കോ അല്ലെങ്കിൽ ഒരു കാഡ്ബറീസോ എന്തെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യും, കൊടുക്കും. നമ്മുടെ കൊച്ചിന് വാങ്ങിച്ചു വെച്ച ഏറ്റവും വിലപിടിപ്പുള്ളത് കൊടുക്കുമോ നമ്മൾ? നിങ്ങളൊന്നും പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ഇഷ്ടമുള്ള അമ്മമാരാണെങ്കിൽ കൊടുക്കുമോ നിങ്ങൾ? കൊടുക്കുമോ? കൊടുക്കും അല്ലെ? നല്ല കാര്യം. നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാവരും കൊടുക്കും. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു ആശയം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം, എന്റെ സ്വന്തം എന്ന് ഞാൻ കരുതുന്നതിനോടുള്ള ഒരു പ്രതിബദ്ധത, ഒരു പ്രതിഭക്തി, അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു വാത്സല്യം, ഒരു പ്രേമം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മാത്രം എന്ന് അവകാശപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? അതിന് വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനെ ആയിരിക്കണം ഒരു പ്രസംഗത്തെ ഒരു വിഷയത്തെ സ്വീകരിക്കേണ്ടത്. ഒന്ന് പ്രസംഗിക്കണമല്ലോ, ഒന്ന് 2 നിലയില്ല. ഒന്ന്, നമ്മളിത് പ്രസംഗിച്ചാൽ മിക്കാറും ഇതിനുകൂടി 2 എണ്ണം അവർക്കിട്ട് എന്ത് ചെയ്യാം, പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തിനും നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പ്രസംഗിച്ചാൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയാം. അതല്ല വാസ്തവത്തിൽ നമ്മൾ ഒരു വിഷയ സ്വീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ എന്ന് ഞാൻ എപ്പോൾ കരുതുന്നുവോ, എങ്ങനെ കരുതുന്നുവോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് നമ്മൾ നടത്തുന്ന ഒരു ആശയപ്രകടനം മാത്രമല്ല, ഒരു സമൂഹത്തെയുള്ള ബോധവൽക്കരണമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ആശയപ്രകടനമോ ഒരു വിഷയാവതരണത്തിലൂടെ നമ്മുടെ വാക്വൈഭവമോ നമ്മുടെ പ്രഭാഷണ ശൈലിയോ നമ്മുടെ പ്രഭാഷണ ചാരുതയോ വെളിപ്പെടുത്താനുള്ള ശ്രമമല്ല നമ്മൾ നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തുന്നത്. മറിച്ച് നമ്മൾ ഒരു വലിയ ആശയ അവതരണത്തിലൂടെ ഒരു വലിയ ഒരു ബ്രെയിൻ വാഷോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ശരിയെ സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ നൽകുന്നത്. ശരിയായ നിലയിൽ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എൻ്റെ എന്ന് എനിക്ക് ഇഷ്ടമായിട്ട് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കേണ്ടത്. മനസ്സിലായോ?
അപ്പം വിഷയം ആദ്യം സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിഷയങ്ങളുടെ വിവരശേഖരണമാണ് രണ്ടാമത്തത്. വിവരശേഖരണം. ഒന്ന് വിഷയ സ്വീകരണം, രണ്ടാമത് വിവരശേഖരണം. എന്താ? ഈ നമ്മൾ സ്വീകരിച്ചതായ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് അനുബന്ധിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ശേഖരിക്കണം. പ്രസംഗത്തിന് ഉദ്ധരിക്കാനുള്ള എല്ലാ ആശയങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റുള്ളവരുടെ ചിന്തകളാകാം, മറ്റുള്ളവരുടെ ആശയങ്ങളാകാം, ആളുകൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളാകാം, ഇതിന് തെളിവാകാം, ഇതിന് എതിർ തെളിവാകാം, ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ഉപോത്ബലകമായിട്ടുള്ള എല്ലാ സംഗതികളും. ചുരുക്കം പറഞ്ഞാൽ ഒരു വിവരം, ഒരു വിഷയത്തോടനുബന്ധിച്ചുള്ള വിവരശേഖരണം വിപുലമായി തന്നെ നമ്മൾ അന്വേഷണം നടത്തി വേണം പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാക്കേണ്ടത്. അപ്പം രണ്ടാമത്തത് വിവരശേഖരണം. മൂന്നാമത്തത് വിവര സംസ്കരണമാണ്. സംസ്കരണം എന്ന് പറഞ്ഞാൽ ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും പ്രസംഗത്തിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? വേർതിരിച്ചു വെക്കുക. അല്ലാത്തവയെ മാറ്റിവെക്കുക. അത് പിന്നീട് എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. അല്ലേ? യേശുക്രിസ്തു ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ഈ 33.5 എന്ന് പറയുന്ന ഈ വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ 33 വർഷത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നമുക്ക് ലഭ്യമായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്. അഥവാ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ലോകം അറിയുന്നതിലൂടെ, ലോകം പരിചയപ്പെടുന്നതിലൂടെ ഒരു ദൈവപ്രവൃത്തി, യേശുക്രിസ്തു ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളുടെ തെളിവുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും തെളിവുണ്ട്. അറിയേണ്ട കാര്യം മാത്രമേ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും വേദപുസ്തകത്തിലും ചരിത്രങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ താൻ ചെയ്തു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള കൺകോർഡൻസ് ബൈബിൾ ഉപയോഗിക്കാം, മറ്റു പുസ്തകങ്ങൾ ഉപയോഗിക്കുക, ഏതെല്ലാം സോഴ്സ് വേണോ അതെല്ലാം കിട്ടും. ഇനി ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പണ്ടൊക്കെയാണ് ഗൂഗിൾ തപ്പുമായിരുന്നു. ഇപ്പം ChatGPT-യിലും ഒക്കെ നമ്മൾ വെറുതെ അടിച്ചു കൊടുത്താൽ ഇതിന്റെ വിശദാംശങ്ങൾ ധാരാളം ലഭിക്കും. ഞാൻ പറഞ്ഞത് അതൊന്നും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഏതെല്ലാം നിലയിൽ ഒരാശയത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അവിടുന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കണം, തെളിവുകൾ ശേഖരിക്കണം. ആവശ്യമുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളും എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കണം. രാവിലെ ഗ്യാസിന് മുകളിലോട്ട് പുട്ടുകുടം കഴുകിയിട്ട് വെച്ചിട്ട് ചില്ലിട്ട് കുറ്റി അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് മുകളിൽ അടപ്പ് വെച്ച പുട്ടുണ്ടാവും. നിങ്ങളെല്ലാം പുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ, അല്ലേ? അതിനകത്ത് അസംസ്കൃത വസ്തുക്കൾ വേണം ഇടാൻ, അല്ലേ? പൊടി വേണം, തേങ്ങ വേണം, പിന്നെ പീര വേണം. ഇതെല്ലാം നമ്മൾ വേണം, ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക, അതിനെ സംസ്കരിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. ഇനി അടുത്ത 4ാമത്തെ കാര്യം, രൂപരേഖ നിർമ്മാണം. എങ്ങനെയാ? കയ്യിൽ നമ്മൾ സംസ്കരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? പ്രസംഗം ചിട്ടപ്പെടുത്തണം. എങ്ങനെ? ഒന്നുകൂടെ ഞാൻ പറയാം. കയ്യിൽ നമ്മൾ സംസ്കരിച്ച് മാറ്റി, ഇത് മതി എന്ന് തീരുമാനിച്ച്, ഇതാണ് ശരി, ഇത്ര മതി എന്ന് തീരുമാനിച്ച വസ്തുതകളെ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനത്തിൽ പ്രസംഗം ചിട്ടപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട്. ഇൻട്രൊഡക്ഷൻ ഇത് പറയണം, അത് കഴിഞ്ഞ് ഇത് പറയണം, അത് കഴിഞ്ഞ് ഇത് പറയണം, ഇതിന്റെ മധ്യഭാഗത്ത് ഇത് പറയണം, ഇതിന്റെ കൺക്ലൂഷൻ ഇത് പറയണം, ഈ ഉദാഹരണം ഇന്നോടത്ത് പറയണം, ഈ ഉദാഹരണം ഇന്നോടത്ത് പറയണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പ്രസംഗത്തെ നമ്മൾ എന്ത് ചെയ്യും? രൂപപ്പെടുത്തിയെടുക്കും. എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് പറയണം, അവസാനം എന്ത് പറയണം, എന്ത് ചെയ്യാം എന്ന് കൃത്യമായി നമ്മൾ ഒരു രൂപരേഖ ഉണ്ടാക്കി വെക്കണം. അതാണ് രൂപരേഖ നിർമ്മാണം എന്ന് പറയുക. ഇനി അടുത്തത് 5ാമത്തെ കാര്യം, ആ ഫൈനൽ, ഒരു പ്രസംഗം ഉണ്ടാക്കുന്ന എങ്ങനെ ഒരുങ്ങണം എന്നതിന്റെ ഫൈനൽ, പുനഃക്രമീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രസംഗം പരിശോധിച്ചിട്ട് അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തി എന്ത് ചെയ്യണം? പുനർക്രമീകരിക്കണം. നമുക്ക് എല്ലാ മാർക്കറ്റിലും എല്ലാ ചരക്കുകളും ഇറക്കി വിൽക്കാറില്ല. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു പ്രത്യേക ദിവസം 2 സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഉണ്ടാകും. അത് ഈ സംക്രമ ദിവസമാണ്, പാക്കിൽ സംക്രമം. പിന്നെ നീലമംഗലം എന്ന സ്ഥലത്ത് സംക്രാന്തി എന്ന സ്ഥലത്തും ഉണ്ട് സംക്രമം. അത് ആ പ്രത്യേക സമയത്ത് അവിടെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ മീനില്ല, ഇറച്ചിയില്ല, കോഴിയില്ല, ചിക്കനില്ല, ബിരിയാണി ഇല്ല, ഈ സംഗതികളൊന്നുമില്ല. മറിച്ച് ചട്ടി, വട്ടി, കൊട്ട, മുറം, പരമ്പ്, പായ തുടങ്ങിയ പുരാതനമായ, പിന്നെ തവി, അങ്ങനെയുള്ള പൈതൃകമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ആ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വരുന്നത്.
എന്നാൽ കോട്ടയത്ത് ഇപ്പോൾ മാർക്കറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണക്കമീൻ മാർക്കറ്റ് ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് പച്ചമീൻ മാർക്കറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറേ പച്ചക്കറി മാർക്കറ്റും ഉണ്ട്. ഇപ്പൊ ഇവിടെയെല്ലാം ഓരോ ഇടങ്ങളിലും ഓരോ മാർക്കറ്റിലും ഇറക്കി വെക്കേണ്ട വിൽക്കേണ്ട സാധനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവഗാഹം വിൽക്കാൻ വരുന്നവനും ഉണ്ടാകും. എന്ന് പറഞ്ഞ പോലെ ഏത് കേൾവിക്കാരനാണോ ഇവിടെ ചില ആളുകൾ തുടക്കം മുതൽ അവസാനം വരെ എന്ത് ചെയ്യാ ഈ ഇംഗ്ലീഷ് മാത്രം പറയുന്ന ആളുകളുണ്ട്. തെറ്റൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ കുറ്റം പറഞ്ഞതല്ല. അതായത് വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ മലയാളം നന്നായി അറിയത്തില്ല, അവരുടെ കാര്യമല്ല പറയുന്നത്. മറിച്ച് എവിടെയെങ്കിലും പോയി ഒരു ഹൈസ്കൂളിലൊക്കെ പഠിച്ചിറങ്ങി, പ്രത്യേകിച്ച് BTech കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ പിന്നെ മുഴുവൻ ഇംഗ്ലീഷും പിന്നെ മുഴുവൻ ഗ്രീക്കും മുഴുവൻ പിന്നെ ഹീബ്രുവായിട്ട് പോയേക്കാൻ ആർക്കും നല്ല മലയാളം നന്നായി മലയാളം പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു സമൂഹത്തിൽ തുടക്കം മുതൽ അവസാനം വരെ when I came here I just wonder because you are the people who are always listening me. I know that you are very curiously listening me എന്ന് പറഞ്ഞെന്ത് ചെയ്യുക അവസാനം വരെ എന്ത് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ടിരിക്കുക. ഞാൻ എൻ്റെ ഈ പഠിപ്പിൽ നിങ്ങൾ എവിടെയായാലും ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞ മലയാളം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്താ ഇംഗ്ലീഷ്. ഞാൻ ഈ 12 വർഷം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച ഒരാളാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും അറിയാം. ഞാൻ പറഞ്ഞത് അറിയാമെന്ന് പറയാൻ വേണ്ടിയല്ല. പക്ഷെ നമ്മൾ ഒരു മീഡിയം നമ്മൾ ഉപയോഗിക്കുക തെറ്റില്ല. പക്ഷേ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെന്തോ സംതിങ് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള നമ്മൾ എഴുതി വെച്ച സകല കാര്യങ്ങളും എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? I astonished when I came here. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. നമ്മളങ്ങ് പറഞ്ഞാൽ മതിയില്ലേ, ജനത്തിന് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രസംഗം ഇവിടെ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ അങ്ങോട്ട് ചെന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ആ ജനത്തിന്റെ രീതിയും പ്രതികരണവും അവരുടെ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഇനി നമ്മളൊരു പ്രഭാഷകനായി വിളിക്കുകയാണെങ്കിൽ വിളിക്കുന്ന ആളുകൾ ഏത് സമൂഹത്തിൽപ്പെട്ട, സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിക്കരുത്, എന്ത് കാറ്റഗറിപ്പെട്ട നമ്മുടെ പറയുന്ന ചിന്തകളെ സ്വീകരിക്കാൻ കഴിയുന്ന തലത്തിലുള്ള ആളുകളാണോ എന്നുകൂടി എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ആ മെസ്സേജ് പറഞ്ഞാൽ മതി, ആ മെസ്സേജ് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കൺവെൻഷന് സുവിശേഷ പ്രസംഗത്തിന് ശ്രദ്ധിക്കണം, സുവിശേഷ പ്രസംഗത്തിന് സുവിശേഷം പറയണം. പക്ഷെ ഇന്നത്തെ അപജയം അല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞാൽ ആ പേരിടാനില്ലാത്തത് കൊണ്ട് എന്നും പറയാം. ഡ്യൂലോസ് സെലിബ്രേഷൻ 2020 2K26 അതെ, ഡ്യൂലോസ് ഡൈനാമിറ്റ് എന്നൊക്കെ പറഞ്ഞാ പേരിടുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ സുവിശേഷം പറയണമെന്നില്ല. സുവിശേഷ പ്രഭാഷണത്തിന് നമ്മളെ വിളിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം. ഞാൻ പ്രകാശം മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രഭാഷകരായി നിങ്ങൾ പോകുന്നെങ്കിൽ നമ്മളെ വിളിക്കുന്ന പ്രഥമം ഏതാണ്? ഒരു യൂത്ത് മീറ്റിംഗ് ആണെങ്കിൽ യൂത്ത് ഓറിയന്റഡ്, ഒരു സൺഡേ സ്കൂൾ പ്രസംഗത്തിനാണ് അവരുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു വ്യക്തിപരമായി ഒരു കൗൺസിലിംഗ് പോലെ ഒരാളോട് സംസാരിക്കാൻ നമ്മൾ പോകുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. ഇനി ശ്രദ്ധിച്ചേ, നമ്മളൊരു തിയോളജി മാത്രം പഠിക്കുന്നവരുടെ മുമ്പിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അത്തരത്തിൽ വളരെ വളരെ കൂലങ്കഷമായി ചിന്തിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉള്ള പ്രസംഗമായിരിക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ചരക്കിറക്കി വിൽക്കാൻ പോകുന്ന ആ മാർക്കറ്റ് ഏതാണെന്ന്, ചന്ത ഏതാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനാണ് പുനഃക്രമീകരണം എന്ന് പറയുക. അപ്പം എങ്ങനെ ഒരുങ്ങണം? 1 വിഷയസ്വീകരണം, 2 വിവരങ്ങൾ ശേഖരിക്കണം, 3 വിവരങ്ങൾ സംസ്കരിക്കണം, 4 രൂപരേഖ എന്ത് ചെയ്യണം ഉണ്ടാക്കണം, 5ാമത് ഒരു പ്രഭാഷണം ഉണ്ടാക്കിയ പുനർക്രമീകരണം ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രഭാഷണത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് ആത്മീയ പ്രഭാഷണം മാത്രമല്ല, എല്ലാ പ്രഭാഷണത്തിന്റെയും പൊതുചട്ടമാണ്, പൊതു രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് അല്പം സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ നോട്ട് കൃത്യമായിട്ട് നോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് നോട്ട് ഇടാം. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ആർക്കും മനസ്സിലായോ? ആർക്കും എന്തെങ്കിലും മനസ്സിലായോ? ഒരു ഹായ് പറയുമോ? പരിപാടി അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പരിപാടി നിർത്തും. അല്ലല്ല, നമ്മൾ ഇത് കഴിഞ്ഞ് ഈ പഠിത്തം കഴിഞ്ഞ്
ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നല്ല പ്രഭാഷണം പറയാൻ കഴിയുന്ന നിലയിൽ നിങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസിന്റെയും, അത് ഏത് വിഷയം പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനുവേണ്ടിയാണ് മറ്റ് വിഷയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നല്ല പ്രഭാഷകരായി തീരും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേട്ടാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ധ്യാനിച്ചാൽ ലഘുവായിട്ട് പച്ച മലയാളത്തില് വലിയ സാഹിത്യങ്ങളില്ലാതെ വചനം പഠിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങളും ശ്രമിക്കാം വളരെ അനുഗ്രഹകരമായ രീതിയിൽ, ലളിതമായ രീതിയിൽ ഇത്രത്തോളം ആലോചന പറഞ്ഞതെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദി. വളരെ ആഗ്രഹത്തോടെ, വളരെ ഉത്സാഹത്തോടെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനെ ദൈവം മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പ്രിയ സിസ്റ്റർ മോളമ്മ സുനിൽ അവസാനമായി പ്രാർത്ഥിച്ചാണ്. സിസ്റ്റർ മോളമ്മ സുനിൽ പ്രാർത്ഥിച്ചാണ്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചാണ്. വ്യക്തിത്വങ്ങളിൽ അത് പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. 1 മണിക്കൂർ സമയം കർത്താവേ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾപ്പാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രസംഗശാസ്ത്രത്തെ കുറിച്ച് കർത്താവേ എങ്ങനെയാണ് ദൈവവചനം ഹല്ലേലൂയ സഭ മധ്യേ മറ്റുള്ളവരോടൊരു സുവിശേഷമൊക്കെയും അറിയിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി ഞങ്ങളെ മനസ്സിലാക്കി തരുവാൻ കർത്താവിന്റെ ദാസനിലൂടെ ദൈവം ഇടയാക്കി തീർത്തതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഷാജൻ പാസ്റ്റർ ദൈവം അതിനായി ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പിന്നെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈ അകപ്പെ ബൈബിൾ കോളേജിന്റെ കർത്താവ് അല്ല ഷാജി പാസ്റ്റർക്കായി, ലാലി പാസ്റ്റർക്കായി കർത്താവ് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എന്ന് രാത്രികാലം കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ അധികം ഉപകാരമായി ഭവിപ്പാൻ തക്കണം. മറന്നുപോകുന്നവരായിട്ടല്ല കർത്താവെ, ഓരോ ദിവസവും കേൾക്കുന്നതും ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുവാൻ, അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും കർത്താവിന്റെ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.